സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കായ വിവാദത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് വിശദീകരണം നൽകി ഹൻസിക കൃഷ്ണ രംഗത്ത് വന്നു. 3 ആഴ്ച മുൻപാണ് ഹൻസിക സബ്സ്ക്രിപ്ഷന് വേണ്ടി മാത്രം പങ്കുവച്ച ഒരു ബോൾഡ് വീഡിയോ പുറത്തു വരുന്നത്. അതേ ചൊല്ലി വലിയ രൂപത്തിൽ താരപുത്രി വിമർശനം നേരിട്ടു, പക്ഷേ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ഒരു മാസത്തിനു ശേഷം തെറ്റ് തന്റെയാണെന്ന് ഏറ്റുപറഞ്ഞ് വീഡിയോ പങ്കുവച്ചതിന് പിന്നാലുള്ള കാരണം വ്യക്തമാക്കി താരപുത്രി രംഗത്ത് വരികയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹൻസികയാണ്. നിങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 3 ആഴ്ചകൾക്ക് മുൻപ് എന്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ഫീച്ചറിലൂടെ പങ്കുവച്ച ഒരു വീഡിയോ ചുറ്റിപ്പറ്റി ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതെന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധയും വിഡ്ഢിത്തവുമാണെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അതിൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു തരത്തിലും ന്യായീകരിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. എന്നാൽ കഴിഞ്ഞൊരു മാസമായി ഞാൻ വലിയ വേദനയിലും കുറ്റബോധത്തിലും മാനസികമായ വിഷമത്തിലുമാണ് പോകുന്നത്. അതുകൊണ്ട് ഒടുവിൽ ഇതിനെപ്പറ്റി തുറന്നു പറയാനാണ് ഞാൻ തീരുമാനിച്ചത്. എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ഇത് നേരിട്ട് എന്നിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇപ്പോഴും ആ വീഡിയോ എന്തിനാണ് പോസ്റ്റ് ചെയ്തതെന്ന് കൃത്യമായി അറിയില്ല. അതെന്റെ ഒരു തെറ്റായിരുന്നു. ആ നിമിഷത്തിൽ വേണ്ടത്ര ചിന്തിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ എനിക്ക് അത്തരത്തിൽ ഖേദം തോന്നി. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ഉടൻ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന ചിലർ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പലരും ഞാനിത് പണിയും പ്രചാരണവുമായി ചെയ്തതാണെന്ന് ആരോപിച്ചു. ചിലർക്ക് അങ്ങനെ തോന്നാൻ കാരണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അതിനു പിന്നിൽ അത്തരമൊരു ഉദ്ദേശവും ഒരിക്കലുമില്ലെന്നും ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു. 20 വയസ്സുകളിൽ ഒരാളെന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ സ്വയം വഹിക്കാൻ കഴിയുന്ന തരത്തിൽ സമ്പാദിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. വർഷങ്ങളിൽ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ സ്നേഹവും പിന്തുണയും കൊണ്ട് പബ്ലിസിറ്റി എന്നത് ഞാൻ ആഗ്രഹിക്കുന്നതോ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുള്ളതോ ആയ ഒന്നല്ല. ഇതിനെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന മറ്റൊരു കാര്യം, എൻ്റെ സഹോദരി ഒരു വർഷമായി പരിശ്രമിച്ചൊരുക്കിയ ഒരു മ്യൂസിക് വീഡിയോയിൽ അതിൽ ഞാൻ അഭിനയിച്ചതെന്നും ഈ സംഭവത്തിൽ വെറും 3 ദിവസം ശേഷമാണ് റിലീസ് ചെയ്തതും. എൻ്റെ പ്രവൃത്തിയുടെ പ്രത്യാഘാതമായി ഞാൻ ശരിക്കും ചിന്തിച്ചിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് അതിൻ്റെ റിലീസിന് തൊട്ടു മുന്നേ അവരുടെ പ്രയത്നത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നും ഞാൻ ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. എന്നാൽ അങ്ങനെ സംഭവിക്കുകയായിരുന്നു. എന്നോട് എല്ലാവരും ക്ഷമിക്കണമെന്ന തരത്തിലാണ് ഹൻസികയും രംഗത്ത് വന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഇത്തരം വാർത്തകൾ എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.